ഒരു കോച്ച് മൊത്തത്തിൽ റെന്റിനെടുത്ത് പോവുകയാണ് നമ്മളെവിടെയോ പോവാ. ട്രെയിൻ ഋഷിയാണ് കണ്ടുപിടിച്ചത്. ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുക. ഡിഡ് യു എക്സ്പെക്ട് ദിസ് ഇൻ ഇന്തോനേഷ്യ? 3/2 അതാണ്. ഇപ്പുറത്ത് 3 സീറ്റ്, ഇപ്പുറത്ത് 2 സീറ്റ്. സ്റ്റാൻഡിംഗ് ടിക്കറ്റ് മതിയായിരുന്നല്ലോ ശ്വേത ഇവന്. ഇരിക്കുമ്പോ ഒരു മിനിറ്റ്. നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ പോലെ ഇല്ലേ ഇത്? ഇല്ലേ? ഏതോ ഒരു സെലിബ്രിറ്റി ആണാ പോകുന്നത്. കണ്ടാ ഇവിടുത്തെ നീലക്കുയിൽ, നമ്മള് ഇന്തോനേഷ്യയിലെ നീലക്കുയിലിനെ കണ്ടിരിക്കുകയാണ്. ഇതൊരു റെയിൽവേ സ്റ്റേഷൻ തന്നെയാണോ സേത? അതായത് ടാക്സിയിലൊക്കെ ആൾക്കാർ അല്ലെങ്കിൽ വണ്ടിയിൽ വരുന്നു, എയർപോർട്ടിന് മുമ്പിൽ നമ്മൾ ഡ്രോപ്പ് ഓഫ് ചെയ്ത് പോകുന്ന പോലെ ഇവിടെ വരുന്നു, ഡ്രോപ്പ് ഓഫ് ചെയ്യുന്നു, അവിടെ സെക്യൂരിറ്റിമാർ നിൽക്കുന്നു, ഇവിടെ പോർട്ടർമാർ നിൽക്കുന്നു. ഇത്രയും ട്രെയിനുകളുണ്ട്. അതായത് ഒരു ദിവസം ഒരു അരമണിക്കൂറിലും ട്രെയിനാണ് ഇവിടെ നിന്ന് ബന്ധങ് വരെ. എന്താ അല്ലേ, ഒരു ദിവസം 25,000-ലധികം ആൾക്കാരാണ് ഈ ട്രെയിനിൽ ഇവിടെ നിന്ന് അവിടെ വരെ പോകുന്നത്. അത് 3.5 മണിക്കൂർ ബൈ റോഡ് വേണ്ട സ്ഥലത്ത് വി നീഡ് ഓൺലി 35 to 45 minutes. എന്തോ അവര് പണിയും കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് പണിത് കൊടുക്കണോ? വേണ്ട, അവര് പണിത് കൊടുക്കും കേട്ടോ. ഓക്കെ, ചുമ്മാ തമാശ പറഞ്ഞ. പോവാം നമുക്ക് ട്രെയിനില്. ആർ യു എക്സൈറ്റഡ്? എന്താ കമൺ, എന്താ പറ. അറിയത്തില്ല, പോയി നോക്കാം. അപ്പായോ ആദ്യമായിട്ടാ. അപ്പാ ഓക്കെ. ഇത് കണ്ടില്ലേ, നമ്മൾ ഈ വിമാനങ്ങളിലൊക്കെ ഫ്രീക്വന്റ് ഫ്ലയർ മെമ്പർഷിപ്പ് പോലെ തന്നെ ഇവരുടെ വൂഷിന്റെ ഫ്രീക്വന്റ് ഫ്ലയർ കാർഡുകൾ അങ്ങനെ കൊടുക്കുന്നു. അതായത് ഫ്രീക്വന്റ് ട്രാവലേഴ്സ് കാർഡ്. സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുള്ള കാർഡും അങ്ങനത്തെ പരിപാടികളൊക്കെ. ഇതെനിക്ക് തോന്നുന്നു ഇവരുടെ ഇനോഗ്രേഷന്റെ സമയത്ത് എടുത്ത ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു വെച്ചിരിക്കുന്നത്. ഇപ്പോൾ 2023 ഇവിടെ ഇത് ആരംഭിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് 2 വർഷം ആയതേ ഉള്ളൂ ഈ ബുള്ളറ്റ് ട്രെയിൻ സൗകര്യം ഇവിടെ ആരംഭിച്ചിട്ട്. കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ കാണുന്ന കാഴ്ചയാണ് ഇത്. കസ്റ്റമർ സർവീസ്, ഡിപ്പാർച്ചർ, ടിക്കറ്റ് മെഷീൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മുമ്പിൽ ഇവിടെ കുറേ കടകളൊക്കെ ഉണ്ട്. നമ്മൾ ഒരു മെട്രോ സ്റ്റേഷനിലേക്ക് കയറി പോകുന്ന ഒരു പ്രതീതിയാണ്. ഇതൊരു കസ്റ്റമർ സർവീസ് സെന്റർ, പിന്നെ ഇത് ഡിപ്പാർച്ചർ ഏരിയ, പിന്നെ ഒരു ഷോപ്പിംഗ് മോള് പോലെ തന്നെ ഇതിനകത്ത് കുറേ റെസ്റ്റോറൻറ്റുകളും പിന്നെ സൂപ്പർ മാർക്കറ്റ് അങ്ങനെയുള്ള പല സംഭവങ്ങളും ഉണ്ട്. ഈ ടൈം ഷെഡ്യൂൾ നോക്കിക്കുക, ഏതാണ് സംഭവം. രാവിലെ 6:30, 7, 7:30, 8, 8:30, 9 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാവിലെ മുതൽ വൈകിട്ട് രാത്രി വരെ ഉണ്ട്. 24 hours സർവീസ് ഉണ്ടാവില്ല. ബുള്ളറ്റ് ട്രെയിനുകളും ഫാസ്റ്റ് ട്രെയിനുകളൊക്കെ പകൽ മാത്രമേ സർവീസ് നടത്തുള്ളൂ. നമുക്ക് എന്തായാലും ഇപ്പം ഡിപ്പാർച്ചറിലേക്ക് പോകാം. ഇവിടെ താഴെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മൾ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിപ്പാർച്ചർ ഹോളും മുകളിലത്തെ നിലയിലാണ്. എന്തോ മുത്തേ, ഇഷ്ടപ്പെട്ടോ റെയിൽവേ സ്റ്റേഷൻ? എനിക്ക് അറിയില്ല മുത്തേ. നമ്മുടെ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷനും പണിത് കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ ആവുമായിരിക്കും എന്ന് വിചാരിക്കാം. എങ്ങനെയായിരിക്കും നമുക്ക് അറിയത്തില്ല. എന്തായാലും സംഭവം കളറാണ്. ട്രൂലി വേൾഡ് ക്ലാസ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഗംഭീര സംഭവം കേട്ടോ ഇത്. പക്ഷെ എന്താ അല്ലേ, സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് അകത്തേക്ക് കയറാനായിട്ട്. ഇതെന്തുവാ, ഷോപ്പിംഗ് മോളാ? ടെക്സാസ് ചിക്കൻ ഉണ്ട്, പിന്നെ രാമേൻ ഷോപ്പ് ഉണ്ട്. ഫുൾ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടൊരു ഷോപ്പിംഗ് മോളിൽ കയറി വരുന്നൊരു പ്രതീതി. പക്ഷേ ഇതെല്ലാം കൂടെ കണ്ടിട്ട് എന്താ പറയാ, വണ്ടർ അടിച്ച് ഷോക്ക്ഡ് ആയിട്ട് നിൽക്കുക. ഡിഡ് യു എക്സ്പെക്ട് ദിസ് ഇൻ ഇന്തോനേഷ്യ? ഞാൻ കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ഇവിടെ വരുന്ന വ്ളോഗേഴ്സ് എല്ലാം ഇവരുടെ വീഡിയോ എടുക്കും. അവൻ പോയി കയറി വരുമ്പോൾ തന്നെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നീ കളിച്ചോ, ഞങ്ങൾ ട്രെയിനിൽ കയറാൻ പോവാ. അവിടെ ആരോ പാട്ട് പാടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ വെയിറ്റിംഗ് ഏരിയ ആണ്. അവിടെ ഇവിടെയൊക്കെ എല്ലാം കടകളുണ്ട്. ശരിക്കും നമ്മൾ ലിറ്ററലി എയർപോർട്ടിനകത്ത് കാണുന്ന പോലെ തന്നെയുള്ള സെയിം സെറ്റപ്പ്. എന്താ ട്രെയിൻ ഋഷിയാണ് കണ്ടുപിടിച്ചത്. അടിപൊളി. റഷ്യയുടെ ട്രെയിൻ പോലെ തന്നെ ബിഗ് ചൈനീസ് ട്രെയിൻ ഓൺ ട്രാക്ക്. അടിപൊളി. ഇത് ആക്ച്വലി ഇത് ഈ റോളിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ ശരിക്കും ഇവർ യൂസ് ചെയ്യുന്നത്. ഓരോ ട്രെയിൻ സെറ്റിനും ഓരോ റോളിംഗ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇത് CR400AF എന്ന് പറയുന്ന ചൈനീസ് റോളിംഗ് സ്റ്റോക്കാണ്. ഇത് CRRC ചിങ്ഡാവോ എന്ന് പറയുന്ന ഒരു റോളിംഗ് സ്റ്റോക്ക് മാനുഫാക്ചറിങ് കമ്പനിയിൽ ഉണ്ടാക്കുന്നതാണ്. അതായത് ചൈനയിൽ ചിങ്ഡാവോ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ്. ആ CRCC ചിങ്ഡാവോ എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റോളിംഗ് സ്റ്റോക്കുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും റവന്യൂ മേക്കിംഗ് ആയിട്ടുള്ള റോളിംഗ് സ്റ്റോക്ക് കമ്പനി. അതൊരു ചൈനീസ് സ്റ്റേറ്റ് ഓൺഡ് കമ്പനിയാണത്. ആൽസ്റ്റോം ഉണ്ടാക്കുന്നതിൽ കൂടുതൽ റവന്യൂ ഉണ്ടാക്കുന്നതും ട്രെയിൻ ഉണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു കമ്പനിയാണത്. ചൈനീസ് കമ്പനിയാണ്. അവരാണ് ഈ ട്രെയിൻ ഉണ്ടാക്കുന്നത്. ഇതേപോലത്തെ ഒരു ട്രെയിൻ തന്നെയാണ് ഇവിടെ ഓടുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും എന്താ പറയുക, ഈ ഒരു റോളിംഗ് സ്റ്റോക്ക് കംപ്ലീറ്റ് ചൈനയാണെന്ന് മനസ്സിലായില്ലേ. ഇപ്പം ഇവിടെ ഈ ബുള്ളറ്റ് ട്രെയിനിൻ്റെ ഒരു പദ്ധതി പറഞ്ഞ സമയത്ത് ജപ്പാനും ചൈനയും കൂടെ അടിയായിരുന്നു. ഞങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ജപ്പാൻ ആദ്യം വന്ന്, ജപ്പാൻ പണ്ട് പോലെ ജപ്പാൻ്റെ ഷിൻകാൻസൻ ടെക്നോളജി ഇവിടെ കൊണ്ടുവരണം എന്നുള്ള പ്ലാനിലായിരുന്നു.
അവസാനം ചൈന അത് അടിച്ചെടുത്തുകൊണ്ടുപോയി. 2 രാജ്യങ്ങളും കൂടെ ചേർന്ന് അവർ ഇന്തോനേഷ്യക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത്. ഇത് പണ്ട് ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു ഡച്ച് കോളനി ആയിരുന്നു. അതിനുശേഷം ജപ്പാൻ്റെ അധിനിവേശം നടന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒത്തിരി ചരിത്രം ഇന്തോനേഷ്യക്കുണ്ട്. അപ്പോൾ അവസാനം അങ്ങനെ ഇവിടെ ബുള്ളറ്റ് ട്രെയിൻ പണിയാനുള്ള ആ ഒരു കോൺട്രാക്റ്റ് കിട്ടിയത് ചൈനീസ് കമ്പനികൾക്കാണ്, അതായത് ചൈനയ്ക്കാണ്. അപ്പോൾ അങ്ങനെയാണ് ചൈനയുടെ ഈ ഒരു ടെക്നോളജി ഇവിടെ വന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ വരുന്ന പോലെ ഷിൻകാൻസൻ ടെക്നോളജി ഇവിടെ വരേണ്ടതായിരുന്നു. ഇവിടെ ലോഞ്ച് ഉണ്ട്. ലോഞ്ച് എവിടാന്നറിയാമോ? ബുള്ളറ്റ് ട്രെയിനിന്റെ ഫോട്ടോ ആണോ? ആ, അടിപൊളി. ഇവരിവിടെ ഇരുന്ന് പാട്ട് പാടുമായിരുന്നല്ലേ? അതാണ് നമ്മൾ ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇവരുടെ പെർഫോമൻസ് ആയിരുന്നു ഇത്. ഓക്കെ, സോ നമുക്ക് പോയി ലോഞ്ച് എവിടെയാന്ന് നോക്കാം. ഇവിടെ ലോഞ്ച് ഉണ്ട്. ഞാൻ ബൂഷ് എന്ന് പറഞ്ഞ് ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്, ബൂഷ്. അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ക്ലാസ്സുകാർക്ക് ഇവിടെ ലോഞ്ച് കിട്ടും. സോ അതാണ് ഞാൻ നോക്കുന്നത് എവിടെയാണ് എന്താണെന്നുള്ളത്. ഹായ്, ദർ ഈസ് എ ലോഞ്ച്, ഫസ്റ്റ് ക്ലാസ് ലോഞ്ച്. 2 Yeah, 3. Yeah. Around 1, 3, 2, 5. Okay, sounds great. Yeah? Okay. Thank you. Thank you. VIP റൂം എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ ഒരു ഫസ്റ്റ് ക്ലാസ് ലൗഞ്ച് ഉണ്ട് ഗൈസ്. ഇത് ഫസ്റ്റ് ക്ലാസ് ബിസിനസ് ക്ലാസ് പാസഞ്ചേഴ്സിന് വേണ്ടിയുള്ള ലോഞ്ചാണ്. നമുക്ക് എവിടെ ഇരിക്കണം? നമുക്ക് ഇവിടെ ഇരുന്നാലോ? ചായ കുടിക്കണോ? Do you want to have some tea? എവിടെ സാന്താക്ലോസ്? സാന്താക്ലോസിൻ്റെ അടുത്ത് പോയി നിൽക്കാം. അപ്പോൾ ഫോട്ടോ എടുത്ത് തരാം. അതിനടുത്ത് തുടരുത്. നോട്ട് ടച്ചിങ്. ഓക്കെ, നിങ്ങൾ നോക്കണേ. നിങ്ങൾ നോക്ക്, സ്മൈൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ലൗഞ്ച്. ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലേ വന്നിരുന്ന്. ഇവിടെ ഇപ്പോഴും ആൾക്കാർ പുതുമോടിക്ക് ട്രാവൽ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോഴും വന്ദേ ഭാരതിൽ കയറാത്ത ആൾക്കാർ കയറാൻ വേണ്ടി മാത്രമായിട്ട് ട്രാവൽ ചെയ്യില്ലേ? അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. ഈ ഒരു ട്രെയിൻ ഇവർ തുടങ്ങിയ സമയത്ത് ആദ്യത്തെ വർഷം 12 മില്യൺ ആൾക്കാർ യാത്ര ചെയ്തു. രണ്ടാമത്തെ വർഷം അത് 8 മില്യൺ ആയിട്ട് കുറഞ്ഞു. കാരണം ഫസ്റ്റ് പുതുമോടിക്ക് നമ്മളെല്ലാവരും കയറുമല്ലോ. അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മളിപ്പോൾ ഈ ഒരു ട്രെയിനിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് ബന്ധങ് വരെ പോയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയാണ്. കാരണം ആ റൂട്ടിൽ ജക്കാർത്ത ടു ബന്ധങ് മാത്രമാണ് ഈ ട്രെയിൻ ഓടുന്നത്. 142.8 കിലോമീറ്ററാണ് ഈ ഒരു ദൂരം, ജക്കാർത്ത ടു ബന്ധങ്. അപ്പോൾ ഇവിടെ നിന്ന് ബന്ധങ് വരെ 35 മിനിറ്റ് മുതൽ 45 മിനിറ്റ് വരെയാണ് പല ട്രെയിനുകളുടെ റണ്ണിങ് ടൈം എന്ന് പറയുന്നത്. നമ്മൾ അങ്ങോട്ട് ഫസ്റ്റ് ക്ലാസ്സിന് പോയിട്ട് ഇങ്ങോട്ട് ബിസിനസ് ക്ലാസ്സിന് വരും. ഈ ട്രെയിനിൽ 3 കാറ്റഗറി ഉണ്ട്: പ്രീമിയം എക്കോണമി, ബിസിനസ് ക്ലാസ് ആൻഡ് ഫസ്റ്റ് ക്ലാസ്. വലിയ വ്യത്യാസമൊന്നുമില്ല, അതേപോലെ നമ്മുടെ വന്ദേ ഭാരത് ട്രെയിനിൻ്റെയൊക്കെ ഡിഫറൻറ്റ് ഒരു വേർഷൻ അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് 3 പേർക്ക് പോയിട്ട് വരുന്നതിന് വേണ്ടി ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് 17,000 ഇന്ത്യൻ രൂപയാണ്. അതായത് 6 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ റേറ്റ് സിംഗിൾ സൈഡ്. 4.5 ലക്ഷം ഇന്തോനേഷ്യൻ റുപ്പിയാണ് ബിസിനസ് ക്ലാസ്സിൻ്റെ റേറ്റ് സിംഗിൾ സൈഡ്. 3.5 ലക്ഷമാണ് പ്രീമിയം എക്കണോമിയുടെ റേറ്റ്. അപ്പോൾ 3.5 4.5 തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തിരിച്ച് ബിസിനസ് ക്ലാസ് എടുത്തു. സോ അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഇവിടെ സ്നാക്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ പറയുക, എന്തോ ടൈപ്പ് ഓഫ് ക്രാക്കേഴ്സ് ആണെന്ന് തോന്നുന്നു കേട്ടോ. വേറെ ഫുഡും സംഭവങ്ങളൊന്നുമില്ല, ചായയും കാപ്പിയും മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ വാട്ടർ ഡിസ്പെൻസർ ഉണ്ട്. വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ ഇവിടെ എന്താ പറയുക, ചെറിയൊരു ഏരിയ. ഇതിനകത്ത് ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ലൗഞ്ച് യൂസ് ചെയ്യാം. അതായത് ജസ്റ്റ് ഒരു വെയിറ്റിംഗ് റൂം എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റാണ്. ഇത് സെറ്റപ്പാ ചെയ്താ. ഇതൊരു റെയിൽവേ സ്റ്റേഷനാണ് ചെയ്താ. ചുമ്മാ വെറുതെ ലോഞ്ചിൽ കയറി ഇരിക്കല്ലേ? ട്രെയിനിൽ കയറാൻ ടൈം ആയില്ല. ടൈം ആകുമ്പോഴല്ലേ കയറാൻ പറ്റുള്ളൂ. ഇനി അത് നമുക്ക് ചോദിച്ചിട്ട് വരാം ആരോടെങ്കിലും. ഐ ഡോണ്ട് നോ. ഓ, താങ്ക് യു. ചായയൊക്കെ കൊണ്ട് തരുന്നു. ചായ കുടിക്കാം. നിനക്ക് വേണ്ട ചായ? ചിയേഴ്സ്. നല്ല ചായ, ചൈനീസ് ടീ പോലത്തെ ചെയ്യാം. സൂപ്പർ ചായ, ജാസ്മിൻ ടീ. ഇവിടെ നമുക്ക് ഇന്തോനേഷ്യയുടെ കോട്ടോ ഫാം കാണാം. പിന്നെ ഇന്തോനേഷ്യയുടെ പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോയും വൈസ് പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോയും വെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡൻറ്റ് ഒരു ചുള്ളൻ സുന്ദരൻ ചെറുപ്പക്കാരനാണ്. നോക്കി, ലോഞ്ചിൽ വന്നിരുന്നു, ഒരു ചായ കുടിച്ചു. നമുക്ക് ട്രെയിനിൽ കയറാൻ പോവാം. താങ്ക് യു. അടിപൊളി. ഇത് കണ്ടോ, ഇതിന് മുകളിലാണ് ട്രാക്ക് ഉണ്ടല്ലേ? നമ്മൾ ഈ സ്റ്റെപ്പ് കയറി മേളിൽ പോകണം ട്രാക്കിലേക്ക്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പാസ്പോർട്ട് കാണിച്ച് ടിക്കറ്റൊക്കെ വെരിഫൈ ചെയ്തിട്ട് വേണം അവരെ കയറ്റി വിടാൻ. അതൊന്നും നോക്കിയില്ലല്ലോ. ജസ്റ്റ് നമ്മുടെ ടിക്കറ്റിൽ QR കോഡ് മാത്രമേ നോക്കിയുള്ളൂ കേട്ടോ, വേറെ ഒന്നും നോക്കിയില്ല. ശരിക്കും പാസ്പോർട്ടൊക്കെ നോക്കിയൊക്കെയാണ് കയറ്റി വിടേണ്ടത്. നമ്മുടെ രാജ്യത്തും ബുള്ളറ്റ് ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലും ബുള്ളറ്റ് ട്രെയിനിൻ്റെ പണി നടക്കുമോ അറിയോ? പോണ്ടേ? അതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബേഴ്സിൻ്റെ ബഹളമായിരിക്കും അതിനകത്ത്. ഇതേ ട്രെയിൻ കിടക്കുന്നു അല്ലേ? അടിപൊളി. ആ ട്രെയിനിലാണ് നമ്മൾ പോകാൻ പോകുന്നത്, മനസ്സിലായോ? ഓ വാവ്, എൻ്റെ പൊന്നു രക്ഷയിലടാ, കിട്ടില്ല സ്റ്റേഷൻ. ഇത് ശരിക്കും നമ്മൾ ചൈനയിലത്തെ പോലെ തന്നെ സെയിം സ്റ്റേഷൻ. എൻ്റെ അമ്മ, ശരിക്കും ഡിറ്റോ ചൈനയിലെ ബുള്ളറ്റ് ട്രെയിൻ. ഓ, ഋഷി പോയി തൊട്ടു.
This guy is actually obsessed with trains. Even train ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ അബീനെക്കാട്ടി ട്രെയിൻ ഭ്രാന്തനാണ് ഋഷി. അത്ര ഒബ്സസ്ഡ് ആണ് അവൻ ട്രെയിനിൽ, പ്രത്യേകിച്ച് ഇതുപോലുള്ള ട്രെയിനുകളിലൊക്കെ. ഇത് ശരിക്കും നമ്മൾ ചൈനയിൽ പോകുമ്പോൾ കാണുന്ന സെയിം ട്രെയിൻ, അതായത് ചൈനീസ് ടെക്നോളജിയാണ് ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇതേ ട്രെയിനിലാണ് ശ്വേത ഞാൻ ചൈനയിൽ നിന്ന് ലാവോസിലേക്ക് വന്നത് KLT ട്രിപ്പിൻ്റെ സമയത്ത്. ഡു യു റിമെമ്പർ ദാറ്റ്? ലാവോസിലേക്ക് വന്നത്, കാരണം ലാവോസിലും ചൈനയാണ് ട്രെയിൻ പണിതിരിക്കുന്നത്. ഏത് ഗ്രീനോ? ഗ്രീൻ ഇല്ല ഇവിടെ. ഇന്ന് നമ്മൾ 3 പേരും ഗ്രീനാ. ഋഷി ഗ്രീനാണ്, അമ്മ ഗ്രീനാണ്, അപ്പനും ഗ്രീനാണ്. ഞങ്ങൾ 3 പേരും പച്ചയാണ് നമ്മൾ ഇന്ന്, അല്ലേ? ഇതെന്തുവാണ് ഇത്? ഗ്ലാസ് ബ്രിഡ്ജ് പോലെ ഉണ്ടല്ലേ മോനെ. സ്പോട്ട്ലെസ് ക്ലീൻ ആണ് ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. എന്ത് കിടില സംഭവം നോക്കി. ആൾക്കാരൊക്കെ കൈ കൂപ്പി നിൽക്കുന്നു, വിളിക്കുന്നു, ഹലോ പറയുന്നു. ലോകത്തിലെ ഏറ്റവും പോപ്പുലേഷൻ ഉള്ള 4ാമത്തെ രാജ്യം ഇന്ത്യ, ചൈന, US കഴിഞ്ഞാൽ ഇന്തോനേഷ്യ. അതിൽ ലോകത്തിലെ ഏറ്റവും ഡെൻസ്ഡ് പോപ്പുലേഷനുള്ള ഐലൻഡ് അതാണ് ജാവ ഐലൻഡ്. ഏകദേശം 17,000-ഓളം വരുന്ന ദ്വീപുകളുള്ള ഒരു രാജ്യമാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. സോ ആ രാജ്യത്താണ് ഈ ബുള്ളറ്റ് ട്രെയിൻ ഇവർ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ ലാസ്റ്റ് കോച്ചിലാണ് നമ്മുടെ ആ ഒരു സീറ്റൊക്കെ വരുന്നത്. അതിനകത്തേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മുടെ ലാസ്റ്റ് നമ്മുടെ ചൈനയിൽ ഇങ്ങനെയൊന്നും നമ്മളെ നിർത്തുകയല്ല കേട്ടോ. അവിടെ പിന്നെ ഇവിടുത്തെ സ്റ്റാർട്ടിങ് സ്റ്റേഷനാണല്ലോ. അപ്പോൾ പിന്നെ എന്താ പറയുക, ആ ഒരു രീതിയിൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ ഹെഡ്ലൈറ്റ് ഒക്കെ കണ്ടോ ശ്വേത? ഞാൻ ചൈനയിൽ നമ്മളെ ഈ വരയുണ്ടല്ലോ, ഈ വരയുടെ ഇപ്പുറത്തോട്ട് അവർ വിടത്തില്ല ചൈനയിൽ. ഈ റെയിൽവേ സ്റ്റേഷൻ്റെ വലിപ്പം കണ്ടോ? ഹൗ ബിഗ് ഇറ്റ് ഈസ്. എൻ്റെ പൊന്നോ. ഹാലിം എന്ന് പറയുന്നത് ശരിക്കും ഈ ജക്കാർത്ത ഔട്ട്സ്കേർട്സിൽ, അതായത് ഇവിടുത്തെ എയർപോർട്ടിനടുത്തുള്ള സ്ഥലമാണ് ഹാലിം. ആ ഔട്ട്സ്കേർട്സിലാണ് ശരിക്കും ഈ ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ പണിതിരിക്കുന്നത്. കാരണം ഇതൊക്കെ പുതിയതായിട്ട് നിർമ്മിക്കുന്നതാണല്ലോ, അപ്പോൾ സിറ്റിയിൽ പണിയാനായിട്ട് സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ഔട്ട്സ്കേർട്സിലായിരിക്കും നിർമ്മിക്കുക. അങ്ങനെ ഔട്ട്സ്കേർട്സിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റേഷനാണ് ഇത്. അവിടെ നിന്നാണ് നമ്മൾ ബന്ദുങ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്നത്. ബന്ദുങ് ഔട്ട്സ്കേർട്സിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ഇതിൻ്റെ പേര്, വൂഷ് എന്നാണ് ഇതിൻ്റെ പേര്. ഈ ട്രെയിനിൻ്റെ പേര് വൂഷ്. ഹലോ പറയുന്നുണ്ടോ? ഹായ്. CF. I'm sorry? Bandung. Is Tegalur. Yeah, Tegalur, right? Tegalur is in Bandung, right? Bandung off city. Off city. Okay. It's Padalarang. Last stop. No. Padalarang. Padalarang is the last stop. No. Then? Last stop is Tegaluar. Okay. Oh, so we get down at last stop. Is last stop, but you in Bandung, central of Bandung. Okay. So we get down at Tegaluar. Tegaluar is last station. Last station. Yes. Yes, thank you. ഇത് ഫുള്ളാട്ടോ, നിറച്ച ആൾക്കാരുണ്ട്. എങ്ങനെയുണ്ട്? ഇതാണ് ഫസ്റ്റ് ക്ലാസ്. ബിസിനസ് ക്ലാസ് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണിക്കാം അല്ലേ? അതൊന്നുമില്ല, അത് നമ്മുടെ സാധാ വന്ദേ ഭാരതിൻ്റെ എക്സിക്യൂട്ടീവ് ചെയർ കാർ. പിന്നെ ഇവരുടെ പ്രീമിയം എക്കണോമി എന്ന് പറയുന്നത് നമ്മുടെ വന്ദേ ഭാരതിൻ്റെ സാധാ ചെയർ കാർ. അത്രേ ഉള്ളൂ, സെയിം, വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ എന്താ പരിപാടി? കൂലങ്കുശമായ ചർച്ചകളാണല്ലോ. ഇവർ ഭയങ്കര ഫ്രണ്ട്ലി ആട്ടോ എല്ലാവരും. ഞാൻ ഇഷ്ടംപോലെ വീഡിയോകൾ കണ്ടായിരുന്നു യൂട്യൂബിൽ. ഇഷ്ടംപോലെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫിനിഷിങ് നോക്കി. ഇതൊക്കെ ലെതർ സീറ്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഫിനിഷിങ് നോക്ക്, അടിപൊളിയാണ്. പക്ഷേ ചൈനയിലെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്നറിയോ? അത് ലൈഫ് ഫ്ലാറ്റ് ബെഡാണ്. അത് മാത്രമല്ല, അവിടെയാണ് നമ്മുടെ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം. മനസ്സിലായില്ലേ? പക്ഷേ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ഇരിക്കുന്ന എവിടെയാണെന്നറിയോ? ഇത് അതിനകത്ത്. അതിന് കാണാൻ പറ്റത്തില്ല, അതിനകത്ത്. അത് ഓപ്പൺ ആക്കൂല അവർ. നമ്മുടെ വന്ദേ ഭാരതാണ് തുറന്നിട്ട് ഓടിക്കും. ഇതൊക്കെ സെക്യൂരിറ്റി റീസൺസ് ഒന്നും പറഞ്ഞുകൊണ്ട് ഓപ്പൺ ആക്കില്ല. നോ, യു കാൻ ഗോ ദെയർ, ദാറ്റ്സ് ക്ലോസ്ഡ്. യു കം സെറ്റ് ചെയ്യാം. അത് കൊള്ളാമല്ലോ സംഭവം. മറ്റേ അത് ഫുൾ ബ്ലൈൻഡ്സ് അടച്ചിടാം. പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ 2 എൻ്റെ ഋഷിയുടെ സീറ്റ്. ഇത് ശ്വേതയുടെ സീറ്റ്. ഇതിനകത്ത് 3, 6, 9 സീറ്റാണ് ഈ ഒരു ഫസ്റ്റ് ക്ലാസ്സിലുള്ളത്. ഇതേപോലെ തന്നെ ഈ ട്രെയിനിൻ്റെ മുന്നിലും ഉണ്ട്. അപ്പോൾ ഇനി നമ്മൾ സീറ്റിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇത് നമുക്ക് എന്താ പറയുക, ഇതിങ്ങനെ നമുക്ക് ചവിട്ടി താത്തി വെച്ച് നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്ന ആ ഒരു ലെഗ് റെസ്റ്റ്. പിന്നെ ഇതിനകത്തൊരു സേഫ്റ്റി ഇൻസ്ട്രക്ഷൻ ആണോ? അല്ല, സാധാരണ ഒരു സേഫ്റ്റി ഇൻസ്ട്രക്ഷനൊക്കെ കാണാണ്ടാണ്. ഇതിനകത്ത് എന്തോ ഒരു മെനു കാർഡ് പോലത്തെ ഒരു സാധനങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇത് ഇൻഡോ മാരറ്റിൻ്റെ ആണോ? ഇൻഡോ മാരറ്റിൻ്റെ എന്താ മൊത്തേ? എണീറ്റ് നിന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് സ്പീഡിൽ പോവാം കേട്ടോ. ആ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്ത് ഋഷി എന്താണെന്ന് നോക്കട്ടെ. അത് ലൈറ്റ് ആണോ ഓൺ ചെയ്തേ? ഓ വാവ്, നമുക്കിവിടെ നമുക്ക് പേഴ്സണലൈസ്ഡ് ഇവിടുത്തെ ഈ ഒരു ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇതൊക്കെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, നല്ല അടിപൊളി നല്ല ഫിനിഷിംഗ് ഉള്ള സീറ്റ്. ഇത് എത്രത്തോളം ചാരാൻ പറ്റുമെന്ന് നോക്കിയ ശ്വേത സീറ്റ്. ആ ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഇത്ര പറ്റുള്ളൂ അല്ലേ. പിന്നെ നമുക്ക് ഇവിടെ 2 ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. ശരിക്കും രണ്ടല്ല, ഇവിടെ 2 ഉണ്ട്, പിന്നെ അപ്പുറത്ത് 2 ഉണ്ട്. ആൻഡ് യു നോ വൺ തിങ്, വി ക്യാൻ റൊട്ടേറ്റ് ദ സീറ്റ്. ശ്വേത, ഇത് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സിസ്റ്റം എവിടെയോ ഉണ്ട്, നമുക്ക് നോക്കാം. നമുക്ക് വന്ദേ ഭാരതിലെ പോലെ തന്നെ വി ക്യാൻ റൊട്ടേറ്റ്. പക്ഷേ ആ ബാഗ് എടുത്തായിരുന്നു ഇത് ചവിട്ടിയിട്ട് ഇത് ഇങ്ങനെ ഇടാം. അടിപൊളി. ഇത് ഇങ്ങനെ ഇടാം, ഇങ്ങനെ ഇടാം. ഇത് തിരിച്ചിടാം, അതിന് തിരിച്ചിടാം. ട്രെയിൻ എങ്ങോട്ടാ പോകുന്നത് വെച്ചാൽ നോക്കി മാറ്റിയിടാം. ഓക്കെ. ആര് പറഞ്ഞു? ഋഷിയുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. നമ്മൾ ഇങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സീറ്റ് വീണ്ടും തിരിച്ചിട്ടു. എനിക്ക് വയ്യ. പിന്നെ ഇവിടെ നമുക്കൊരു പവർ പ്ലഗ് ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേ ടേബിൾ. ലെറ്റ് മീ സീ ദ ട്രേ ടേബിൾ. ട്രേ ടേബിൾ എങ്ങനെ എടുക്കുക? ട്രെയിൻ വരുവാണോ മൊത്തേ? ട്രെയിൻ ഇപ്പോൾ വിടും, 11:25 ആകുമ്പോൾ വിടും. നമ്മുടെ വിമാനത്തിലെ പോലത്തെ തന്നെ ട്രേ ടേബിൾ. അപ്പം എടുത്തുതരാം. അതിങ്ങനെ വലിച്ചാൽ മതി കേട്ടോ. ഓക്കേ. ഇനി എന്താ വേണ്ട ഋഷിക്ക്? വാട്ട് യു വാണ്ട്? നോക്കാം കേട്ടോ, ചിലപ്പോൾ കിട്ടുമായിരിക്കും. വിട്ടു അതായത് 2 മിനിറ്റ് ഏർലി വിട്ടു കേട്ടോ. ഡോർ അടച്ചു വിട്ടു. ഗൈസ് ഞങ്ങൾ കാശ് കൊടുത്തിട്ട് ഒറ്റ സീറ്റിലിരിക്കുന്നു. നീ വഴിയിട്ടിരിക്കുക. ഓക്കെ, നമുക്കപ്പോൾ കാഴ്ചകൾ കാണാമേ. എനിക്കറിയില്ല. നോക്കണ്ട വന്ന്. താങ്ക് യു. മമ്മ ഉണ്ട് ഗൈസ്. മമ്മം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തോ ഒരു ബ്രെഡ് പോലത്തെ ഒരു സാധനം. ഇതാണിത്. മിഠായി എന്തോ മിഠായി, എന്തോ ഒരു ചോക്ലേറ്റ് മിഠായി. വേണോ? ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. കഴിക്കും. പിന്നെന്താ ഉള്ളത്? പിന്നെ ഒരു കുപ്പി വെള്ളമുണ്ട്. പിന്നെ ക്രാക്കേഴ്സ്. ഇതിൻ്റെ എന്തോ സാധനങ്ങളൊക്കെ ഉണ്ട്. എന്താ പറയുന്നത്? പൈക്കുന്നില്ല ഒരു വർഷം മണ്ണ്. അപ്പൊ ട്രെയിൻ പോയുണ്ടോ ഇപ്പോ? ശ്വേത അപ്പുറത്ത് ശ്വേതയുടെ സീറ്റിൽ പോയിരുന്നു. നമ്മുടെ വണ്ടി പറന്നു തുടങ്ങി. നമ്മളെവിടെയോ പോവാ. ബന്ധു എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു റൂട്ടിൽ ഏറ്റവും കൂടുതൽ സമയം എടുത്ത് പോകുന്ന ഒരു ട്രെയിനാണത്. 51 മിനിറ്റ്. ഏറ്റവും ഷോർട്ടസ്റ്റ് 35 തോന്നുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന 51 മിനിറ്റിൻ്റെ ട്രെയിനാണ്. അത് ഞാൻ പർപ്പസ്ഫുള്ളി എടുത്ത 10 മിനിറ്റ് കൂടുതലിരിക്കുക. എല്ലാ ട്രെയിനും ഒരേ റേറ്റാണ്. അപ്പോൾ പിന്നെ 10 മിനിറ്റ് കൂടുതലിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് പർപ്പസ്ഫുള്ളി എടുത്തതാണ്. 303 303 നീ ഫസ്റ്റ് ടൈം അല്ലേ? അതെ. എങ്ങനെയുണ്ട്? ഒരു വെള്ളം ഗ്ലാസ്സിൽ തുളുമ്പത്തില്ല അവിടെ വെച്ച് കഴിഞ്ഞാൽ. അനങ്ങത്തില്ല, ഒന്നും അനങ്ങത്തില്ല. അത് കഴിച്ചോ? അത് എന്താന്നുള്ളത് ആണോ? സ്പീഡ് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? രാവിലെ ഹോട്ടലിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടായിരുന്നു. ഇപ്പൊ കഴിക്കുന്നുണ്ട് പാട്ട്. ഏറ്റവും ട്രിപ്പിൽ സിയാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഉറുംചി വരെ 15 മണിക്കൂർ ബുള്ളറ്റ് ട്രെയിനിൽ യാത്ര ചെയ്തു. എത്ര കിലോമീറ്റർ ഉണ്ടാവും ആലോചിക്കും. രാവിലെ 6 മണിക്ക് എങ്ങാണ്ട് കയറിയത്, രാത്രി 9 മണിക്ക് എങ്ങാണ്ട് എത്തുന്നത്. അത് സ്ലീപ്പർ ബുള്ളറ്റ് ട്രെയിൻ. Can you imagine? നമ്മളവിടെ സ്ലീപ്പർ വന്ദേ ഭാരത് ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. സ്ലീപ്പർ ബുള്ളറ്റ് ട്രെയിൻ. അവിടെ ഫുള്ള് പാടം. നമ്മളിപ്പോൾ വേറൊരു സ്റ്റേഷനിലെത്തി. കരവാങ് എന്ന് പറഞ്ഞൊരു സ്റ്റേഷനിലെത്തി. കരവാങ് ഇത് ഏതോ ഗ്രാമത്തിൽ എന്നിട്ട് നെൽപ്പാടങ്ങൾക്ക് നടുവിലാണ് ഈ സ്റ്റേഷൻ കൊണ്ട് വെച്ചിരിക്കുന്നത്. കാരണം വേറെ അങ്ങനെയല്ലേ പണിയാൻ പറ്റുള്ളൂ. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു, കാർ നമ്പർ 8 മുതൽ 7 അങ്ങോട്ടെന്ന് പറഞ്ഞിട്ട്, 1 to 7 അങ്ങോട്ട്, 8 എന്ന് പറഞ്ഞ് ഇങ്ങോട്ടെന്ന് പറഞ്ഞിട്ട് അവൻ കറക്റ്റ് നിർത്തിയിരിക്കുന്നത്. സമ്മതിച്ചവനെ. ഇപ്പോൾ 300 ആയി. 300
ചൈനയിൽ 350 ഉണ്ട് ഷെയർ. ചൈനയിൽ 350 ഓടും. ഞാൻ പോയിട്ടുണ്ട് 350. ജപ്പാന് 270 ലിമിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. 270, 271 അതൊക്കെയായിരുന്നു ജപ്പാൻ. സേഫ്റ്റിയുടെ കൺസേൺ പ്രകാരമായിരിക്കണം. പക്ഷേ ചൈന 350 ഓടുന്നുണ്ടായിരുന്നു. വെള്ളം വരുന്നില്ല. ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഞെക്കണം. ഇങ്ങനെ ഞെക്കി കഴിയുമ്പോൾ വെള്ളം വരും. ഇത് കണ്ടല്ലേ ട്രെയിനിലെ ടോയ്ലറ്റ് കണ്ടോ? എന്തോന്ന് പറയുന്നത്, എന്ത് ക്ലീൻ കിഡിലൻ സ്പോട്ട്ലെസ് ടോയ്ലറ്റ് എന്ന് നോക്കി. ഇത് കണ്ട ട്രെയിനിലെ ടോയ്ലറ്റ് എന്ന് പറയുമോ? ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി. ഇവിടെ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വെള്ളം വരും. കൈ കഴിക്കുക കേട്ടോ. ഇവിടെ ടിഷ്യൂ പേപ്പറും ഉണ്ടേ. എന്ത് സംഭവമല്ലേ. ഇവിടെ പിന്നെ ഇന്തോനേഷ്യ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ഉണ്ടാവും. കാരണം അങ്ങനെയാണല്ലോ പരിപാടികൾ. കുറേ ടണലുണ്ട്. ഏകദേശം 10-15 ടണൽസ് ഉണ്ട്. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. അറിയോ? ഇഷ്ടം പോലെ. നമ്മളിനി പാലത്തിന്റെ മേളിൽ കൂടെയൊക്കെയാ പോകാൻ പോകുന്നത്. വലിയ ടണലാ. സിറ്റിക്കകത്താകുമ്പോഴത്തേക്കിനും ടണലായിരിക്കും. കാരണം സിറ്റിയിൽ നിന്ന് ട്രാഫിക്കിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ. മമ്മ കൊണ്ടുവരും. നീ ബഹളം ഉണ്ടാക്കാതെ കൊണ്ടുവരും. യാതെ പുറത്തു വന്നല്ലോ. റോഡ് എത്തിയില്ല. ആക്ച്വലി ഇത് നിന്റെ മിണ്ടായിട്ട് തോന്നുന്നില്ല. ശരിക്കും ഉണ്ടല്ലോ, ഇവിടെ നിന്ന് 185 കിലോമീറ്റേഴ്സ് ആണ് ബന്ധം വരെ ഉള്ളത്. ഈ 185 കിലോമീറ്റേഴ്സ് റോഡ് പോകണമെങ്കിൽ ഒരു 3.5 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും. ട്രെയിൻ ഇപ്പോൾ നിലവിലുള്ള ട്രെയിനും പോകാനായിട്ട് ഒരു 3 hours to 4 hours എടുക്കും. ഇവിടുത്തെ ലോക്കൽ നോർമൽ ട്രെയിൻസ്. ആ ഒരു റൂട്ട് ഫാസ്റ്റ് ആക്കുന്നതിന് വേണ്ടിയാണ് ഇവരിപ്പം ഈ ട്രെയിൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനിയിപ്പം ഭാവിയിൽ ഇവിടുന്ന് സുരഭയ വരെ അവർ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള പ്ലാനൊക്കെയാണ്. ലോകത്തെ ഏറ്റവും വലിയ പോപ്പുലേഷൻ ഉള്ള അല്ലെങ്കിൽ പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഐലൻഡ് ആണെങ്കിലും എന്തോരം സ്ഥലമല്ലേ ഇവിടെ വെറുതെ കിടക്കുന്നത്. ഈ ഒരു ഐലൻഡ് മൊത്തം വോൾക്കാനിക് ഇറപ്ഷനിലുണ്ടായ ദ്വീപുകളാണ്. അതേപോലെ ലോകത്തിലെ ഏറ്റവും ആക്റ്റീവായിട്ടുള്ള വോൾക്കാനുകളുള്ളത് ഈ ഇന്തോനേഷ്യയുടെ ജാവ ദ്വീപിലാണ്. ഇവർ ശരിക്കും പല കാര്യങ്ങളിലും ബ്ലസ്ഡ് ആണ്. അതായത് ഇവർക്ക് നല്ല മണ്ണുണ്ട്, നല്ല കാലാവസ്ഥയുണ്ട്, കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടില്ല, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി ആണ് ഇവരുടെ മുദ്രാവാക്യം. വളരെ നല്ലൊരു രാജ്യമാണ് ഇന്തോനേഷ്യ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട, ഇതുവരെ പോയതിൽ വെച്ച് വളരെ ഇഷ്ടപ്പെട്ട രാജ്യങ്ങളിലൊന്നാണ് ഇന്തോനേഷ്യ എന്ന് പറയുന്നത്. നിനക്ക് എന്തിനാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്? സ്റ്റാൻഡിങ് ടിക്കറ്റ് മതിയായിരുന്നല്ലോ ശ്വേത. ഇവനെ ഇരിക്കുമ്പോൾ 1 മിനിറ്റ് ഇരിക്കുന്നില്ല. എനിക്ക് ഇവിടെ സീറ്റ് വെറുതെ കിടക്കുക. നമ്മളങ്ങനെ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പതലറങ് എന്ന് പറഞ്ഞൊരു സ്ഥലം. പതലറങ്. ഋഷി ഇത്രയും സ്പീഡുള്ള ട്രെയിനിൽ കയറിയിട്ടുണ്ടോ ഇതിനു മുമ്പ്? അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? ഇത് പതലറങ്. ആ, നമ്മുടെ വന്ദേ ഭാരത് ട്രെയിൻ പോലെ ഇല്ലേ ഇത്? ഇല്ലേ? ഇല്ലേ? അടിപൊളിയല്ലേ? ഭാവിയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് ഇതേപോലെ എന്താ പറയുക, ഇവിടെ നിന്ന് ജക്കാർത്തയിൽ നിന്ന് ബാലി വരെയൊക്കെ അല്ലെങ്കിൽ സുരഭയ വരെയൊക്കെ ട്രെയിനിൽ പോകാൻ പറ്റും. പിന്നെ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. അത് പറയുമ്പോൾ പലരും എന്നെ തെറി വിളിക്കും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. നിങ്ങൾ വന്ദേ ഭാരതിൽ കയറിയിട്ടുള്ളവർക്കറിയാം, വന്ദേ ഭാരതിൻ്റെ ഫിനിഷിങ്ങും ഈ ചൈനീസ് ട്രെയിനിൻ്റെയും ജപ്പനീസ് ട്രെയിനിൻ്റെയൊക്കെ ഫിനിഷിങ്ങും തമ്മിൽ നിങ്ങളൊന്ന് താരതമ്യം ചെയ്യണം. വന്ദേ ഭാരതിലെ ഈ ബീഡിംഗ് ഒക്കെ നമുക്ക് ഇളകിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇപ്പം പുതിയ വന്ദേ ഭാരത് വന്നപ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ കണ്ടില്ലേ എന്ത് അടിപൊളി ഫിനിഷിംഗ് ആണെന്നറിയാമോ? പിന്നെ ഇതിൻ്റെ പുറമേ തന്നെ നമുക്ക് ആ ഒരു ഫിനിഷിങ്ങിലെ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ സീറ്റിൻ്റെ ഫിനിഷിംഗ് ആണെങ്കിലും അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ വന്ദേ ഭാരതൊക്കെ സെറ്റപ്പ് ആണെന്നുണ്ടെങ്കിലും ഇനിയും ഒത്തിരി കാര്യങ്ങളിൽ ഇമ്പ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ വന്ദേ ഭാരതിൻ്റെ ഈ സ്പീഡ് കാണിക്കുന്ന ഈ ഭാഗം എങ്ങനെയാണ് ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്, ഏത് രീതിയിലാണ് ഡിസ്പ്ലേ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ട് നോക്കിയിട്ടുണ്ടോ? അതിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരേത് രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അതായത് ചൈനീസ് കൺസ്ട്രക്ഷനും ഇന്ത്യൻ കൺസ്ട്രക്ഷനും തമ്മിൽ ഇപ്പോഴും ആടും പോലെ വ്യത്യാസമുണ്ട്. അത് ശരിക്കും പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ്. അത് ഞാൻ സത്യങ്ങൾ ചിലപ്പോൾ തൊപ്പുമ്പോഴത്തേക്കും പലർക്കും ഇഷ്ടപ്പെടാതെ വരും. ബന്ധം നഗരമാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. ബന്ധം എത്തി നമ്മൾ ഭയങ്കര വലിയ സിറ്റിയാണ്. അതായത് ജാവ ഐലൻഡിൽ ജക്കാർത്ത കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും വലിയ മെട്രോപൊളിറ്റൻ സിറ്റിയാണ് ബന്ധം എന്ന് പറയുന്നത്. ഭയങ്കര ഡെൻസ്ലി പോപ്പുലേറ്റഡ് ആണ്. നമുക്ക് കാണാൻ സാധിക്കും ആ മലയുടെ മുകളിൽ വരെ ആൾക്കാരുണ്ട്. ചെറിയ ചെറിയ വീടുകളാണ് കൂടുതലും. പിന്നെ ഫ്ലാറ്റുകളൊക്കെ വളരെ കുറവാണ്. അതാണ് വേറൊരു സംഭവം. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. വലിയ ഫ്ലാറ്റുകളൊക്കെ ഹൈറൈസ് ബിൽഡിങ്ങുകളൊക്കെ വളരെ കുറവാണ്. ബാക്കിയുള്ളതെല്ലാം ചെറിയ ചെറിയ വീടുകളാണ്. വീടുകളിൽ താമസിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. ഇങ്ങനെ നമ്മൾ എത്താറായി ഗൈസ്. ബന്ധം എത്താറായി ഗൈസ്. ഇപ്പൊ കയറിയിരുന്ന നിമിഷ നേരങ്ങൾ കൊണ്ട് ബന്ധം കെത്തി 10,000 രൂപ. ഇനി തിരിച്ചു പോകുന്നത് 7,000 രൂപ. അങ്ങനെയല്ല, ഇതൊരു എക്സ്പീരിയൻസാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഷോപ്പിംഗ് മാളിൽ പോയപ്പോൾ ഋഷി പറഞ്ഞു ഋഷി ഇതുവരെ ബുള്ളറ്റ് ട്രെയിനിൽ കയറിയിട്ടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എന്നാൽ പിന്നെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കാം. ഷെയറിങ് കയറിയിട്ടില്ല. അപ്പോൾ എന്നാൽ പിന്നെ അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യട്ടെ എന്ന് കരുതി
ഇന്നലെ രാത്രിയില്ല ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. ഇന്നലെ രാത്രിയിൽ ഇത് ഞങ്ങളുടെ പ്ലാനിലുണ്ടായിരുന്നതല്ല. പിന്നെ ഇവിടെ മഴയായതുകൊണ്ട് എന്നാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. തെകല്ലുവാർ സുമരാക്കൂർ അങ്ങനെ എന്താണ് സ്റ്റേഷൻ്റെ പേര്. നമ്മളിവിടെ ഇറങ്ങി നമ്മുടെ വീട്ടിൽ നിന്ന് എയർപോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയം, ആ സമയം കൊണ്ട് നമ്മൾ എത്ര കിലോമീറ്റർ കവർ ചെയ്തു? 150 കിലോമീറ്റർ. ഇത് ബൈ റോഡാണ് 180 വരും. നമ്മൾ ട്രെയിൻ ആയതുകൊണ്ട് 142 കിലോമീറ്റർ. നമ്മളിവിടെ ഇറങ്ങുക, കഴിഞ്ഞു. ഈ ട്രെയിൻ ഇവിടെ വരെ ഉള്ളൂ. ആ ഇറങ്ങിയോ. നമ്മളിനിയിപ്പോൾ അടുത്ത ട്രെയിനിൽ തിരിച്ചു പോകും. നമുക്ക് വേണം ഈ ട്രെയിനിൽ തന്നെ തിരിച്ചു പോകാമായിരുന്നു, പക്ഷെ നമ്മൾ ഈ ട്രെയിനിലല്ല തിരിച്ചു പോകുന്നത്. വി ഗോ നെക്സ്റ്റ് ട്രെയിൻ. ആ എന്നാ പേര് താഴെ. ഓക്കെ, താങ്ക് യു. ബൈ ബൈ ബൈ. ഇത്രേ കാണാൻ പറ്റുള്ളൂ. ശരിക്കും 8 കോച്ചുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. 8 കാറുള്ള ഒരു ട്രെയിനാണ്. നമ്മളിനി തിരിച്ചു പോകുമ്പോൾ ഞാൻ ഇതിൻ്റെ പ്രീമിയം എക്കണോമിയും ബിസിനസ് ക്ലാസ്സും ഒക്കെ കാണിച്ചു തരാം. ഈ ട്രെയിൻ ഇപ്പൊ കാലിയായിട്ട് പോകും. എന്ത് വലിയ സ്റ്റേഷനല്ലേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ത് വലിയ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ചൈനയിൽ നമ്മൾ കാണുന്ന സ്റ്റേഷന്റെ 10-1 പോലും വരില്ല. ദിസ് ഈസ് വെരി സ്മോൾ. പിന്നെ ഇവിടുത്തെ ഈ ഒരു രാജ്യത്തിന്റെ വലിപ്പം വെച്ചിട്ട് ദിസ് തിങ് ഈസ് ആക്ച്വലി മോർ ദാൻ ഇനഫ്. ഇത് ഭയങ്കര റിലാക്സ്ഡ് ആട്ടോ. നമ്മളെ പെട്ടെന്നൊന്നും ഇറക്കി വിടത്തൊന്നുമില്ല. സാറിന് ഇങ്ങനെയല്ല. ചൈനയിലൊക്കെ പോകുമ്പോൾ പെട്ടെന്ന് ഇറക്കി വിടും. ജപ്പാൻ പിന്നെ ഇങ്ങനെയാണ്. ചൈനയിൽ ശരിക്കും നമുക്ക് ട്രെയിൻ വിടുന്നതിന് 5 മിനിറ്റ് മുമ്പ് മാത്രമേ നമുക്ക് പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വരാൻ പറ്റുള്ളൂ. ഇത് 1/2 മണിക്കൂർ മുമ്പേ കയറ്റി. ഇത് കണ്ടോ, നോ സ്ലീപ്പിംഗ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷനിലും ഈ സംഭവം എഴുതി വെക്കണം. നോ സ്ലീപ്പിംഗ്, നോ മുറുക്കി തുപ്പൽസ്, അങ്ങനെ പല സംഭവങ്ങളും എഴുതി വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇറങ്ങി വരുമ്പോഴത്തേക്കിനും ഇതാണ് ഇവിടുത്തെ ആ ഒരു സ്റ്റേഷൻ്റെ സംഭവം എന്ന് പറയുന്നത്. ശരിക്കും നമ്മുടെ എന്താ പറയുക, ജക്കാർത്ത സ്റ്റേഷൻ ഈസ് സോ ബിഗ്. ഇതതിൻ്റെ പകുതിയേ ഉള്ളൂ. ഇറങ്ങി വരുമ്പം ടിക്കറ്റ് കാണിക്കണം. ശരിക്കും ചൈനയിലൊക്കെ ഇറങ്ങി വരുമ്പോൾ ടിക്കറ്റ് കാണിക്കണം. ഇവിടെ എങ്ങനെ പരിപാടി കാണിക്കണോ? Sorry. Okay, 150. ആ നീ പൊക്കോ. ഓക്കെ, അത് സ്കാൻ ചെയ്താൽ മതി. ഇതേതോ പാടത്തിൻ്റെ നടുവിലാട്ടോ ഈ സ്റ്റേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നമ്മളെപ്പോലെ തന്നെയാണ് പല ആൾക്കാരും വന്നിട്ട് തിരിച്ചു പോകുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ശരിക്കും ഈ ട്രെയിനിൽ കയറുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെ വരിക, അടുത്ത ട്രെയിൻ ടിക്കറ്റ്. പറഞ്ഞോ. ആ നമ്മൾ വന്ന ട്രെയിൻ അവിടെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വരിക, വന്നിട്ട് നമ്മൾ ഇവിടുന്ന് ശരിക്കും ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ വന്ന ട്രെയിൻ തിരിച്ചു പോകും. പിന്നെ ഒരു അരമണിക്കൂറിന് ട്രെയിൻ ഉണ്ടല്ലോ, അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷമുള്ള റിട്ടേൺ ട്രെയിനാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. ഇതാണ് ബന്തുങ് ഔട്ട്സ്കേർട്സിലുള്ള ട്രെയിൻ സ്റ്റേഷൻ. തെകല്ലുവാർ സമാരെ എന്താ ഇവരുടെ ഭാഷയിലുള്ള പേരാണ്, ഈ സ്ഥലത്തിൻ്റെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് ബന്തുങ്ങിലേക്ക് കുറച്ച് ദൂരം ഉണ്ട്. എനിക്ക് ഒന്ന് ടാക്സി വിളിച്ചോ അല്ലെങ്കിൽ ചിലപ്പം വേറെ എന്തെങ്കിലും ബസ്സോ ട്രെയിനോ എന്തെങ്കിലും കണക്ടിവിറ്റി ഒക്കെ ഉണ്ടാവണം. ഈ സ്റ്റേഷൻ ഇരിക്കുന്നത് എവിടെയാണെന്ന്, നമ്മൾ നെടുമ്പാശ്ശേരി എയർപോർട്ടൊക്കെ ഉണ്ടാക്കിയ പോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു നെൽപ്പാടങ്ങൾക്ക് നടുവിൽ ആണ് ശരിക്കും ഈ ഒരു ട്രെയിൻ സ്റ്റേഷൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നേരത്തിൽ ഇങ്ങനെയൊക്കെ പറ്റുമല്ലോ. പുതിയ എയർപോർട്ട് പണിയുന്ന പോലാണല്ലോ ഇതുപോലെയുള്ള 5 സ്പീഡ് ട്രെയിൻ സ്റ്റേഷനുകൾ പണിയുന്നത്. ഗൈസ്, ഇവിടുത്തെ നീലക്കുയിൽ ടീംസാണ് ഈ പുറത്ത് നിൽക്കുന്നത്. ഏതോ ഒരു സെലിബ്രിറ്റിയാണ് ആ പോകുന്നത്. കണ്ടാ ഇവിടുത്തെ നീലക്കുയിൽ. നമ്മൾ ഇന്തോനേഷ്യയിലെ നീലക്കുയിലിനെ കണ്ടിരിക്കുകയാണ്. കണ്ടില്ല, അതൊക്കെ ഏതോ ഒരു സെലിബ്രിറ്റി ഒരാൾ വന്ന് VIP റൂമിലേക്ക് കയറി പോയിട്ടുണ്ട്. ഹായ്, where is the lounge? This one? Let me see your ticket. Business class, alright, right then. That there? Yeah. Okay. Inside? Yeah, inside. Okay. We'll make company. Okay. We will inform you for the ride. Okay. Thank you. Okay, bye. ഇതാണ് നമ്മുടെ സ്പേസ്, മനസ്സിലായോ? അടിപൊളി. എനിക്ക് തോന്നുന്നു ആ റൂം VIP റൂം എന്നുള്ളത് ഫസ്റ്റ് ക്ലാസ്സിൻ്റെ ആയിരിക്കും. ഇത് നമുക്ക് ഔട്ട്ഡോർ സ്പേസ്, പക്ഷേ ഇതും കുഴപ്പമില്ലല്ലോ, അടിപൊളിയാണല്ലോ. നമ്മളിവിടെ പിടിച്ചിരുത്തി. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നൈറ്റ് വി ഗെറ്റ് ഡയറക്റ്റ് എൻട്രി ടു ദ പ്ലാറ്റ്ഫോം. അവിടെ നിന്നാൽ ആ നീലക്കോയിൽ ആരെയും നോക്കിയിരിക്കുകയായിരിക്കും. കളിക്കാരാണോ? ജേഴ്സി ഉണ്ടായിരുന്നു, കുറച്ച് പേരുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ആ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലെ ബിസിനസ് ക്ലാസ് ലൗഞ്ചാണ് ഈ കാണുന്നത്. ഋഷിയുടെ വീഡിയോ എടുത്ത് പറ. ഋഷിക്ക് ഫ്രൈഡ് ചിക്കൻ കൊടുത്തേ ശ്വേത. ഇവിടെ നമ്മൾ ഫസ്റ്റ് ക്ലാസ് കണ്ടായിരുന്നല്ലോ. ഫസ്റ്റ് ക്ലാസ്സിന് VIP റൂം കിട്ടും, ബിസിനസ് ക്ലാസ്സിന് ഇത് ഇങ്ങനത്തെ ഒരു സ്ഥലം കിട്ടും. പ്രീമിയം എക്കണോമിക് ഒന്നുമില്ല ഗൈസ്. നേരെ വരിക, പുറത്ത് എവിടെയെങ്കിലും ഇരിക്കുക, സമയം അകത്ത് കയറി പോവുക, അതാണ് സംഭവം. എന്തൊക്കെയല്ലേ.
ഇവിടെ ശരിക്കും നമുക്ക് ആ ഒരു സ്റ്റേഷൻ കാണാൻ സാധിക്കും. മെജോറിറ്റി ഓഫ് ദ ട്രാക്ക് ശരിക്കും നമ്മുടെ പൊക്കത്തിൽ പാലത്തിലാണ് ശരിക്കും പണിതിരിക്കുന്നത്. ആ ഒരു രീതിയിലാണ് പണിതിരിക്കുന്നത്. അപ്പോൾ ഇവിടെ സ്റ്റേഷനും അതേപോലെ പൊക്കത്ത് ആ ഒരു ഹൈറ്റിൽ തന്നെ ആയിരിക്കും ഇരിക്കുക. ഇവിടെയും ഈ പറഞ്ഞ പോലെ കുപ്പിവെള്ളം, പിന്നെ ഇവരുടെ എന്തോ ഒരു സ്നാക്സ്, പിന്നെ ചായ, കാപ്പി, അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിൽ ചായ കൊണ്ടുതരാൻ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ആരുമില്ല, നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്ത് കഴിക്കണം. ഇവരുടെ കുറച്ച് സ്നാക്സ് ആണ് ഈ കാണുന്നത്, അതുകൊണ്ടല്ലേ പൊട്ടറ്റോ സ്നാക്സ് ആണ്. ഇതും പൊട്ടറ്റോ സ്നാക്സ് ആണ്. ഇത് നമ്മുടെ ഉപ്പേരിയാണ് ഇരിക്കുന്നുണ്ട്, നമ്മുടെ ഉപ്പേരി. അപ്പോൾ അവരാണ് സെലിബ്രിറ്റീസ് ആയിട്ടുണ്ടായിരുന്ന ആൾക്കാർ, കളിക്കാരാണ് അല്ലേ. ഇവിടുത്തെ നീലക്കുയിലിനെ പോലെ ഞാനും നീലക്കുയിലാവുകയാണ് സുഹൃത്തുക്കളെ. നോക്കൂ, ജയ പോകുന്നു കളിക്കാർ. ആരാന്നൊന്നും അറിയില്ല ഗൈസ്. നമുക്ക് പോകേണ്ട ട്രെയിൻ ഇപ്പോൾ ഇതാ വന്നിരിക്കുകയാണ്. ഓരോ അരമണിക്കൂറിലും ട്രെയിൻ ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ ട്രെയിൻസ് വന്ന് പോയിക്കൊണ്ടിരിക്കുക. ഹാവ് യു സ്റ്റാർട്ടഡ്? ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ വഴി പോവാം. അവർ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, സ്റ്റാർട്ട് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ ഓക്കോ ഓക്കെ. യാ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. അങ്ങനെ നമ്മൾ വീണ്ടും കയറാൻ പോവാം. കൈ പിടിച്ചോ കൈ പിടിച്ച് കൈ പിടിച്ച്. പിന്നെ അങ്ങനെ സ്റ്റെപ്പ് കയറി വരുമോ? ട്രാക്ക് ക്രോസ് ചെയ്യാനൊന്നും പാടില്ല. പിന്നെ ട്രാക്ക് ക്രോസ് ചെയ്യാൻ ഓക്കെ. വലിയ എസ്കലേറ്റർ ആണ് കണ്ടോ. നമ്മൾ ഈ ഇതിൻ്റെ മേളിൽ കയറിയിട്ടേ അപ്പുറത്ത് വേറെ ഇറങ്ങണം. അതാണ് സംഭവം, കണ്ടില്ലേ. നമ്മൾ ഇതിലൂടെ കയറിയിട്ട് നമ്മൾ അപ്പുറത്തൂടെ വേറെ ഇറങ്ങും. അതായത് ഇവര് മറ്റേ പാസഞ്ചേഴ്സിനെ വേറെ ഏതോ വഴി കൂടെയാണ് കയറി വരുന്നത്. മറ്റു പാസഞ്ചേഴ്സ് ഫസ്റ്റ് ക്ലാസ്സും ബിസിനസ് ക്ലാസ്സും താഴെ കൂടെ കയറ്റും, ബാക്കിയുള്ളവർ ഇവിടെ നിന്ന് കയറും. അങ്ങനെയാണ് ഇവരുടെ പരിപാടി. അങ്ങനെ നമ്മൾ 1:35 ട്രെയിനിന് തിരിച്ചു പോവാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ പോയിട്ട് തിരിച്ച് എറണാകുളത്തേക്ക് വരുന്നു. അതായത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ 45 മിനിറ്റ് കൊണ്ട് പോകുന്നു, അവിടെ ഒരു 1/4 മണിക്കൂർ സ്പെൻഡ് ചെയ്യുന്നു, തിരിച്ച് 45 മിനിറ്റ് കൊണ്ട് വീണ്ടും എറണാകുളത്തേക്ക് വരുന്നു. അതാണ് സംഭവം. നമ്മുടെ വന്ദേ ഭാരതൊക്കെ ഇതേപോലെ ഫാസ്റ്റ് ട്രെയിൻ ആയി കഴിഞ്ഞാൽ എന്ത് സിമ്പിളാ അല്ലേ, വെരി ഈസി. നമ്മുടെ കോച്ച് നമ്പർ 1 എവിടെയാണ്? ഫ്രണ്ടിലാണോ ബാക്കിലാണോ? ഇത് 7. സോ വി നീഡ് ടു ഗോ ഫ്രണ്ട്. ഹായ് ഹായ് 1 ഫ്രണ്ട്. ആ ഓക്കെ താങ്ക് യു. ബാ ഇതിലൂടെ കയറാം, ബാ കയറാം ബാ. യെസ് 1 ഇനി ഫ്രണ്ടിൽ പോകണമെന്ന് തോന്നുന്നു അല്ലേ? ആണോ? ആണ്. ഇത് 2 ആണല്ലേ? ഇതാണ് പ്രീമിയം എക്കോണമി. ഇവിടെ അല്ല, നമ്മുടെ ഫ്രണ്ടിലാണ് പ്രീമിയം എക്കോണമി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർ കാറല്ലേ, അതാണ് സംഭവം. ശരിക്കും ഇത് നമ്മൾ വന്ദേ ഭാരത് സീറ്റ് പോലെ തന്നെയുള്ള ആ ഒരു സെയിം സംഭവമാണ്. ഇത് കണ്ടില്ലേ? അതല്ല ഞങ്ങളുടെ സീറ്റ്. നീ അവിടെ ഇരുന്ന്, ഞങ്ങൾ മുമ്പിൽ പോവാം. 3/2 ഇതാണ്. ഇപ്പുറത്ത് 3 സീറ്റ്, ഇപ്പുറത്ത് 2 സീറ്റ്. അതാണ് പ്രീമിയം എക്കണോമി. അതിനും തമ്മിൽ ഒരു എന്താ പറയുക, ഒരു 100, 200, 300 രൂപയുടെ വ്യത്യാസമേ ഉള്ളൂ. വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതും സെയിം അടിപൊളി സെറ്റപ്പാണ്. ഇതാണ് നമ്മുടെ ബിസിനസ് ക്ലാസ്. ഓ വാവ്, ചേതാ ഇതിനകത്ത് മിക്കവാറും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. എന്റെ ദൈവം, ഇത് പൊളിച്ച്, ഇത് കിട്ടില്ല സീറ്റാണല്ലോ. ഓ വാവ്. അങ്ങനെ ഗൈസ്, ഇതുവരെ ആരും കയറിയിട്ടില്ല. ആരും കയറിയിട്ടില്ലെങ്കിൽ ഒരു കോച്ച് മൊത്തത്തിൽ നമ്മൾ ബുക്ക് ചെയ്ത് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് വണ്ടി വിട്ടില്ല. അത് വരുമായിരിക്കും. പക്ഷെ ഇത് കൊള്ളാട്ടോ, അടിപൊളി സീറ്റാണല്ലോ ഇത്. ഇത് നമ്മൾ ശരി സത്യം പറയാം ഫസ്റ്റ് ക്ലാസ്സിനെക്കാട്ടും അടിപൊളിയാണ്. ഫസ്റ്റ് ക്ലാസ്സിലെ സീറ്റ് ഒരു രസമില്ലായിരുന്നേ. ഇറ്റ് വാസ് നോട്ട് എന്താ പറയുക, ക്വൈറ്റ് ദാറ്റ് ഇംപ്രസീവ്. ഇതിപ്പോൾ വളരെ അധികം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം, മേപ്പോട്ട് താക്കുവാൻ പറ്റുമായിരുന്നു. എനിക്ക് അതിന് ആ സ്റ്റിച്ചിങ് ഒക്കെ കണ്ടോ ശ്വേത, ഇറ്റ്സ് സൂപ്പർ. ആ ഫിനിഷിങ് നോക്കിയേ ഇതിൻ്റെ, അടിപൊളിയേ. ഇത് 2/2 സെറ്റപ്പാണ്. 2/2 നമ്മൾ അങ്ങോട്ട് ട്രെയിൻ വിട്ട്. ഓ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഒരു കോച്ച് മൊത്തത്തിൽ നമ്മൾ എടുത്തിട്ട് പോയിരിക്കുകയാണ്. അപ്പുറത്ത് അതാണ് ഫസ്റ്റ് ക്ലാസ്, നമ്മൾ നേരത്തെ ഇരുന്നത്. ഇതിന് തൊട്ട് മുമ്പിലാണ് ഫസ്റ്റ് ക്ലാസ്. ഈ ഒരു ട്രെയിനിൽ ഏറ്റവും മുമ്പിലും ഏറ്റവും ബാക്കിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഏറ്റവും മുമ്പിൽ ബിസിനസ് ക്ലാസ്സും ഉണ്ടാവും. ഒരു സൈഡിൽ ബിസിനസ് ക്ലാസ് ഉണ്ടാവുള്ളൂ, ഒരു സൈഡിൽ ബാക്കി മൊത്തം പ്രീമിയം എക്കണോമി സെറ്റപ്പ്. ഓ വാവ്, ദിസ് ഈസ് നൈസ് ശ്വേത. കണ്ടോ, നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ഒരു ട്രെയിൻ മൊത്തത്തിൽ ബുക്ക് ചെയ്തില്ലേ? ഒരു കോച്ച് മൊത്തത്തിൽ ബുക്ക് ചെയ്തില്ലേ? പോരെ? നമ്മളൊരു ട്രെയിൻ മൊത്തത്തിൽ, ഒരു കോച്ച് മൊത്തത്തിൽ റെന്റിനെടുത്ത് പോവുകയാണ് ഗൈസ്. നമ്മള് മാത്രമേ ഉള്ളൂ. നമ്മളെന്തിനാ കാശ് കൊടുത്ത് ടിക്കറ്റ് എടുത്തേ? ആരും ഇരിക്കും, ഇതിനാണ് ഇരുന്നിട്ടേ ഇല്ല. എന്താ മുത്തേ പറ, എന്താ പറ? നമ്മൾ ചക്കാർത്ത് എത്തുമല്ലോ. അങ്ങോട്ട് പോയാലും ചക്കാർത്ത് എത്തും. നമ്മൾ എങ്ങനെയാ പോകുന്നത് നോക്കി. ഇത് കണ്ടോ ഋഷി, നമ്മൾ എവിടെ കൂടെ എത്ര ഹൈറ്റിൽ നമ്മൾ പോകുന്നത് കണ്ടോ?
ഇതാണ് ബന്ധം എന്ന് പറഞ്ഞ നഗരം. വലിയ സിറ്റിയാണ്, നമ്മൾ ജക്കാർത്ത പോലെ തന്നെ ജക്കാർത്തയുടെ സെക്കൻഡ് ലാർജസ്റ്റ് വലിയ സിറ്റിയാണ്. അപ്പോൾ ആ സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലൂടെ ഇവർ ഇങ്ങനെയാണ് ഈ ഒരു സാധനം പണിത് വെച്ചിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു സൗണ്ട് ബാരിയർ പോലത്തെ സാധനമാണ്. അതായത് ഈ ജനസാന്ദ്രത കൂടിയ മേഖലയിൽ വരുമ്പോഴത്തേക്കിനും ഈ ട്രെയിൻ അമിത വേഗതയിൽ ഇങ്ങനെ പോകാണല്ലോ, അപ്പോൾ ഭയങ്കര സൗണ്ട് ആയിരിക്കുമല്ലോ. ആ സൗണ്ട് ഡിസ്റ്റർബ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടി, അവിടുത്തെ ജനവാസികൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ വെക്കുന്നത്. പല സ്ഥലങ്ങളിലും റോഡിലും വലിയ ഹൈവേകളിലും റെയിൽവേ ട്രാക്കുകൾക്ക് സമീപമൊക്കെ ഇത്തരത്തിലുള്ള മതിൽ പോലത്തെ ഒരു സാധനം പണിയാറുണ്ട്. ഇതിനകത്ത് പരിചാരകയില്ല, സ്നാക്സ് ഇല്ല, ഒന്നുമില്ല. എവിടെ സ്നാക്സ് ഉണ്ടോ? അത് അവർക്കല്ലേ, അത് ഫസ്റ്റ് ക്ലാസ്സിനല്ലേ ഉള്ളൂ, നമുക്കില്ലല്ലോ. നമുക്കില്ല, മറ്റേതിനകത്തേ ഉള്ളൂ, ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ എത്തിയപ്പോഴത്തേക്കിനും ഇതിനകത്ത് വേറെ കുറച്ച് ആൾക്കാരൊക്കെ കയറി. അപ്പോൾ നമ്മൾ ഇത്ര നേരം ഞാൻ നിനക്ക് ഫ്രീ കോച്ച് തന്നു കേട്ടോ. ഇനി ഒരു 10-20 മിനിറ്റ് കൂടെ നീ എനിക്ക് യു ഷുഡ് ഷെയർ ദിസ് കോച്ച് വിത്ത് അതർ പീപ്പിൾ. ഇവന് നമ്മൾ നിങ്ങളുടെ ടിക്കറ്റ് എടുത്തത് 3 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്, 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് അഡൽട്ട് ടിക്കറ്റ് ആണ് വിത്ത് സീറ്റ്. ഇവനാണെങ്കിൽ സീറ്റിൽ ഇരിക്കത്തുമില്ല, നമ്മുടെ മടിയിൽ ഇരിക്കത്തില്ല, അവിടെ നിൽക്കും. സ്റ്റാൻഡിങ് ടിക്കറ്റ്. പ്രാന്താട്ടാ. ഇതിന്റെ ഓപ്പറേറ്റിംഗ് സ്പീഡ് എന്ന് പറയുന്നത് 300 km/h ആണെങ്കിൽ 328 വരെയൊക്കെ ഓടിക്കുന്നത്. ഇങ്ങോട്ട് വരാൻ നേരം അത്രയൊന്നും പോയില്ലായിരുന്നേ. ഇങ്ങോട്ട് വരാൻ നേരം ഒരു 310 or 315 വരെ എന്തോ പോയുള്ളൂ. അങ്ങോട്ട് പോകുന്നത് ഇപ്പോൾ 328 പറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സ്പീഡ് കൂടിയ ട്രെയിനാണ്. നമ്മൾ ഇങ്ങോട്ട് വരാൻ നേരം സ്പീഡ് കുറഞ്ഞ ട്രെയിനായിരുന്നു. ഇത് സ്പീഡ് കൂടിയ ട്രെയിനാണ്. ഇതിനകത്ത് ഫുഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർ ബേസിക്കലി ഫസ്റ്റ് ക്ലാസ്സിലും ബിസിനസ് ക്ലാസ്സിലും സെയിം സാധനമാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. ഹായ്. I'm actually my citizen, so we keep it here. Yeah. Thank you. സെയിം ആണോ? ബണ്ണ് ചോക്കോ ബണ്ണ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വെള്ളം അത്രേ ഉള്ളൂ. മിഠായി ഒന്നുമില്ല. ഓ, കവർ സെയിമാ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വേറെ അല്ലേ? ചോക്കോ ബണ്ണുണ്ട്, ചോക്കോ ബൺ. ഓക്കെ, കഴിച്ചോളൂ. ചോക്ലേറ്റ് വരും. പറക്കുവാണേ. ഇത് സ്പീഡിലല്ലേ പോകുന്നേ, പറന്ന് 340. ഓ മൈ ഗോഡ് 340. ക്രേസി. അങ്ങനെ നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഋഷിക്ക് മതിയായോ ബുള്ളറ്റ് ട്രെയിനിൽ ഇരുന്നിട്ട്? മതിയാവൂലല്ലോ. ഒന്നുകൂടെ പോയിട്ട് വരണോ? അത് വേണമെങ്കിൽ ഇന്ന് മൊത്തം വേണമെങ്കിൽ അത് തന്നെ ട്രിപ്പ് അടിച്ചോണ്ടിരിക്കും വേണമെങ്കിൽ. എന്തായാലും സംഭവം കൊള്ളായിരുന്നു. എനിക്ക് ശരിക്കും ഫസ്റ്റ് ക്ലാസ്സിനേക്കാണ് ഇഷ്ടപ്പെട്ടത് ഇതാട്ടോ, ബിസിനസ് ക്ലാസ് ആട്ടോ. മറ്റത് എനിക്കറിയത്തില്ല, ആകെ 3 സീറ്റ് ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ. പിന്നെ 2/1 ആണെന്നുള്ളതേ ഉള്ളൂ. ലൈക്ക് ദിസ് ഈസ് ബെറ്റർ. ഇതിനാണ് കുറച്ചുകൂടെ പോസിറ്റിവിറ്റി, നല്ല സീറ്റും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട്. ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ. ഇഫ് യു ആർ കമ്മിങ്, ചൂസ് ദിസ് ഫസ്റ്റ് ക്ലാസ് എക്സ്പീരിയൻസ് വേണ്ടി. അത്രേ ഉള്ളൂ. അപ്പോൾ ഹർഷി, ടാറ്റ കൊടുത്തോ ട്രെയിന്? ടാറ്റ കൊടുത്തേക്ക്. എന്തായാലും ദാറ്റ് ഈസ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. ആൻഡ് എന്താ പറയുക, അപ്പോൾ ടാറ്റ. ഇറ്റ് വാസ് നൈസ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര താങ്ക് യു ഫോർ ദ ബുള്ളറ്റ് റൈഡ്. ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക് ഇറ്റ്? നമ്മൾ ചൈനയിൽ പോയപ്പോൾ പോയില്ലായിരുന്നു അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ഇനി നമുക്ക് എന്തായാലും ചൈനയിൽ പോകുമ്പോഴത്തേക്കിനും വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ എ ബുള്ളറ്റ് ട്രെയിൻ റൈഡ്. ഓക്കെ, താങ്ക് യു. ബൈ. ഋഷി, നോ കമ്മിയാ ഓടരുത്. ഞാൻ അത് ഒന്നുകൂടെ കണ്ടിട്ട് പോക്കോ. ഓക്കെ, ഈ പിള്ളേരെല്ലാം ഈ ട്രെയിൻ ഭ്രാന്താട്ടോ. എല്ലാ പിള്ളേരും ഇത് തന്നെ അവസ്ഥ. ഋഷി, ഡു യു വാണ്ട് ടു ടേക്ക് ഫോട്ടോ ലൈക്ക് ദാറ്റ്? അപ്പോൾ ഐ ടേക്ക് യു. ഓക്കെ, വെയിറ്റ്. ഈ ചേട്ടൻ ഫോട്ടോ എടുക്കാം, അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. വാ, ആ ചേട്ടൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് നമുക്ക് എടുക്കാമേ. ട്രെയിനിന് ഉമ്മ കൊടുക്കാൻ പോകും. ദൈവമേ, കിഡ്സ് ആർ ലൈക്ക് ദിസ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ്. കണ്ടില്ലേ, ഇവരെല്ലാം ഈ പറഞ്ഞ എന്താ പറയുക, ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇവിടെ. ആൻഡ് പീപ്പിൾ ആർ വെരി ഫ്രണ്ട്ലി. ബാബാ, അടക്കി വനി, അതേ കയറി പോകുന്നു. എടാ വാട ഇങ്ങോട്ട്. അപ്പോൾ ഞങ്ങളുടെ ആ ഒരു ബുള്ളറ്റ് ട്രെയിൻ യാത്ര എല്ലാം കഴിഞ്ഞ് ഞങ്ങള് വന്നു. അടിപൊളിയല്ലായിരുന്നു? ഇഷ്ടപ്പെട്ടോ? യു ലൈക്ക് ഇറ്റ്? ശരിക്കും ഇഷ്ടപ്പെട്ടോടി? അപ്പായോട് താങ്ക് യു പറ. ഓക്കെ,
ഇവിടെ ഉണ്ട് ബുള്ളറ്റ് ട്രെയിൻ. ഇവിടെ മൊത്തം ബുള്ളറ്റ് ട്രെയിൻ ആണ്. സോ നിങ്ങൾക്ക് ചൈന വരെ പോയിട്ടും ജപ്പാൻ വരെ പോയിട്ടും ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ആ ഒരു കെൽപ്പില്ല എന്നുണ്ടെങ്കിൽ യു ക്യാൻ കം ടു ഇന്തോനേഷ്യ ആൻഡ് എക്സ്പീരിയൻസ് ബുള്ളറ്റ് ട്രെയിൻ. ചൈനയിൽ ഇതിലും എക്സ്പെൻസീവ് ആണ് കേട്ടോ ബുള്ളറ്റ് ട്രെയിൻ. ജപ്പാനിൽ ഇതിൽ എക്സ്പെൻസീവ് ആട്ടോ ബുള്ളറ്റ് ട്രെയിൻ. വളരെ ചീപ്പായിട്ട് ഇന്ത്യയിൽ തുടങ്ങുന്നതിന് മുമ്പ് ബുള്ളറ്റ് ട്രെയിൻ എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇന്ത്യയിൽ തുടങ്ങി കഴിഞ്ഞാൽ വി ക്യാൻ ഡു ഇറ്റ് ഇൻ ഇന്ത്യ. തിരക്കാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇന്തോനേഷ്യൻ വീഡിയോകൾ ഇനിയും തുടരുന്നതായിരിക്കും. See you tomorrow with another video. അതുവരേക്കും bye bye guys.